ഷാനുസേ, എണീക്കടാ. കണ്ണു തുറക്കും മോനാ. പറ്റൂലടാകാതില്ലാതെ. ഷാനോ, എന്റെ മോനെ രക്ഷപ്പെടുത്തിതാ. മോനെ ഒന്ന് നോക്കണം. മോനെ ഒന്ന് നോക്കട. നമ്മളെല്ലാരും ഉണ്ടാവടാ. എല്ലാരും സഹായിച്ചു. എല്ലാരും വിചാരിച്ചെല്ലാരും സഹായിച്ചുട്ടാ. എന്റെ മോൻ വെന്റിലേറ്ററിലാണ്. എന്റെ മോനെ എനിക്ക് തിരിച്ചു തരണേ. കേരളന്റെ മുന്നിലല്ലടാ എന്റെ ഹൃദയത്തെന്ന് പറയണ. ഇപ്പൊ എല്ലാരും പല കുട്ടികൾ എല്ലാരും ഇട്ടിട്ട ഈ ലോകം മുഴുവണ്ട്. എന്റെ മോളാണ് കരല് കൊടുക്കണത്. അവളെ കയ്യിൽ കാശൊന്നും തരാനില്ല. അവളെ ജീവനെ രക്ഷപ്പെടുത്തണം നിങ്ങള്. എന്റെ കുട്ടോ. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലാണ്, തിരക്കിലാണ്, പൊതുപ്രവർത്തകരെല്ലാം തിരക്കിലാണ്. ജനകീയ കമ്മിറ്റി രൂപീകരിക്കാൻ സമയമില്ല പ്രിയപ്പെട്ടവരെ. മറ്റ് അക്കൗണ്ടുകൾ എടുക്കാനൊന്നും സംവിധാനമില്ലാത്തത് കൊണ്ടാണ് എന്റെ സഹോദരൻ ഷിബിലിയുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ ഇങ്ങനെ ഒരു ദൗത്യം ഏറ്റെടുത്ത് നേതൃത്വം കൊടുത്ത് മുന്നോട്ട് വരുന്നത്. നിങ്ങൾ എല്ലാവരും ഏറ്റെടുക്കണേ. QR കോഡ് മാത്രമേ ഉള്ളൂ നമ്മുടെ മുമ്പിൽ പണം സമാഹരിക്കാൻ. ഷിബിലി ഖാൻ എന്ന് പറയുന്ന QR കോഡിലേക്ക് നിങ്ങൾ സ്കാൻ ചെയ്ത് പൈസ അയക്കണേ. ഫെഡറൽ ബാങ്ക് ചെമ്മാട് ബ്രാഞ്ചിലെ ഷിബിലി ഖാന്റെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ പൈസ അയക്കാൻ ശ്രമിക്കണേ പ്രിയപ്പെട്ടവരെ. ഈ കിടക്കുന്നത് എന്റെ അന്യനാണ്. രക്ഷപ്പെടുത്താൻ ഞാൻ എന്നാലും പരമാവധി ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ എന്നെ കൂടെ പറ്റില്ല. വലിയ വലിയ എമൗണ്ടുകളാണ് ഓരോ ആവശ്യത്തിന് ഹോസ്പിറ്റലിൽ ബില്ല് വരുന്നത്. എല്ലാരും കൈയെടുത്ത് ചെയ്തു തരണം. നിവർത്തിയില്ലാത്തോണ്ടാണ് എന്റെ മോന്റെ ജീവന് വേണ്ടി കയ്യിന്റെ പരമാവധി എല്ലാരും ചെയ്തു തരണം. വേറൊരാളും എന്റെ പനി ഞാൻ കണ്ടിട്ടില്ല. ചെവി കേൾക്കും. ഞാൻ കാര്യം കാലിന് കമ്പിട്ടതാണ്. അവകടുത്ത് പെട്ട് കണ്ട് കാര്യമായിട്ടൊരു പണിയെടുക്കാൻ പോലും വയ്യ. അനിയന് വേണ്ടിട്ട് ഞാൻ കെഞ്ചി പറയാണ്. എല്ലാവരും സഹായിക്കണം. ഈ ഉമ്മയുടെ മകന് നിങ്ങളുടെ കരുണ വേണം. പൊന്നുമോനെ സഹായിക്കാൻ ഈ നിൽക്കുന്ന ആളുകൾ മാത്രമേ ഉള്ളൂ. ഈ ചെറുപ്പക്കാർ മാത്രമേ ഉള്ളൂ. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ തിരക്കുകൾക്കിടയിൽ ആരും കിട്ടാനില്ല. കമ്മിറ്റി രൂപീകരിക്കാൻ സമയമില്ല. മണിക്കൂറുകൾക്കുള്ളിൽ മുഹമ്മദ് റോഷന്റെ കരൾ മാറ്റിവെച്ചില്ലെങ്കിൽ അവൻ മരണപ്പെടുന്ന അതീവ ഗുരുതരാവസ്ഥയിലാണ് പരപ്പനങ്ങാടി കുരിക്കൽ റോഡിലെ 8 വീട്ടിൽ താമസിക്കുന്ന സുബൈർക്കയുടെ പ്രിയപ്പെട്ട പൊന്നുമോനാണ് മുഹമ്മദ് റോഷൻ. മാരകമായ കരൾ രോഗം ബാധിച്ച് എല്ലാ പ്രവർത്തനവും രഹിതമായിരിക്കുകയാണ്. ശരീരത്തിൽ ഇന്റേണൽ ബ്ലീഡിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവസാന മാർഗം കരൾ മാറ്റിവെക്കലല്ലാതെ മുഹമ്മദ് റോഷനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനില്ല. നിങ്ങൾ മാത്രമേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ. സോഷ്യൽ മീഡിയ മുഴുവനായി രാഷ്ട്രീയ പോസ്റ്റുകളാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ഇലക്ഷൻ പ്രചരണങ്ങൾക്കിടയിൽ പ്രിയപ്പെട്ടവരെ മുഹമ്മദ് റോഷന്റെ സങ്കടം നിങ്ങൾ മറന്നു പോകാൻ പാടില്ല. നമ്മളല്ലാതെ ആരുമില്ല, നിങ്ങളും നമ്മളും മാത്രമേ ഉള്ളൂ. കാരണം റോഷന്റെ അവസ്ഥ അതുപോലെ തന്നെ ഈ കുടുംബത്തിന്റെ അവസ്ഥയും വളരെ ബുദ്ധിമുട്ടിലാണ്. ഞങ്ങൾ സത്യസന്ധമായിട്ട് നിങ്ങളത് ദയവ് കൈകൂപ്പിട്ടാണ് ഞാൻ ഈ പറയുന്നത്. കാരണം നിങ്ങളല്ലാതെ നമുക്ക് ആരുമില്ല. ഇവർക്ക് ആരും നമ്മളെ പരപ്പനങ്ങാടിക്കാരും മലയാളികളും കേരളീയരും ഒന്നടങ്കം ഇവരെ സഹായിച്ച്. നമ്മുടെ കൂട്ടുകാരൻ ഷിബിയുടെ അനിയനാണ് ഈ ഒരു അവസ്ഥ ഉള്ളത്. വെന്റിലേറ്ററിലാണ് ഇപ്പം. അതായത് അത്രയും ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്. 25 ലക്ഷം 30 ലക്ഷം റുപ്യോളം ഏകദേശം ചെലവ് വരുന്നുണ്ട് ഇവൻ്റെ ചികിത്സക്ക് വേണ്ടിയിട്ട്. ഞങ്ങളെ കയ്യിലൊന്നുമില്ല. ഞങ്ങൾ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഈ പഞ്ചായത്ത് ഇലക്ഷൻ്റെ തിരക്കിലായിട്ട് ഞങ്ങൾ കുറേ ആൾക്കാർ അടുത്ത് ചെന്ന് ഞങ്ങൾ
സംസാരിച്ച് നോക്കി. എല്ലാവരും ഭയങ്കര തിരക്കിലായതുകൊണ്ട് ആർക്കും സഹായിക്കാനുള്ള സമയമില്ല. അപ്പം ഞങ്ങളിപ്പോൾ ഈ ഒരു സമയത്ത് ഇങ്ങനെ വന്നിട്ടുള്ളത് ഇവനെ എന്തെങ്കിലും ഒന്ന് ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്.